ഇവിടെ ബാലരാമപുരം വഴിമുക്കിലെത്തി. ഇവിടെ വന്നപ്പോൾ 2 റോഡ് തിരിയാണ്. ഏത് റോഡാണ് പോകാനുള്ളതെന്ന് എനിക്ക് അറിയാൻ വയ്യ കറക്റ്റ്. ഈ വഴിമുക്കി വന്നിട്ട് 2 റോഡ്, ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ ആരുടെയും ചോദിച്ചിട്ട് പോകാല്ലേ. ഒന്നാതെ പെട്രോളില്ല, എനിക്ക് വഴി അറിഞ്ഞും കൂടെ മാപ്പ് ഓണാക്കാൻ പറ്റൂല. ഒരു മുട്ടയും കൊണ്ടൊരു ചേട്ടൻ പറഞ്ഞു, ആ പുള്ളിയെടുത്ത് ചോദിക്കാം. അയ്യോ, ആ ചേട്ടൻ അവിടെ നിന്നാ, നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയി ചോദിക്കാം. എന്തിനാ ചേട്ടനെ ബുദ്ധിമുട്ടിക്കണേ? ചേട്ടൻ എന്ത് പറയുന്നു നോക്കാം. എടാ, കന്യാകുമാരിയിലോട്ട് പോണ ഈ റോഡ് താങ്ക്സ് ചേട്ടാ. ചേട്ടൻ പറഞ്ഞു നേരെ പോയാൽ മതി, ബോർഡുണ്ട്, നമുക്ക് ബോർഡ് നോക്കി പോവാം. ഇതപ്പോൾ ഞാൻ ഇവിടെ ഇറാനിൽ നിന്ന് ഒരു ചിക്കൻ ബിരിയാണി വാങ്ങിച്ച്. ചിക്കൻ ബിരിയാണിക്ക് വന്നിട്ട് 189 രൂപ. 189 രൂപ. 180 രൂപ ബിരിയാണിക്കും, ഒരു 9 രൂപ GSTക്കും. പിന്നെ നല്ല പാർക്കിംഗ് ഏരിയയൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ പിന്നെ അകത്ത് പിന്നെ അധികം വീഡിയോ എടുത്തില്ല, അവർക്ക് ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വന്നിട്ട്. നല്ല ഇഷ്ടംപോലെ പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. അകത്തിരുന്ന് കാണിക്കുന്നതുകൊണ്ടാണ്. അകത്തോട്ട് ഉള്ളിലോട്ടുണ്ട്. ബിരിയാണി കഴിച്ചു നോക്കിയിട്ട് ഇനി എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. വിശക്കുമ്പോൾ കഴിക്കാൻ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് പോവാം. അപ്പോൾ ഈ അമ്പലം എത്ര പേർക്ക് അറിയാം? അറിയുന്നവർ കമൻറ്റ് ഇട്ടേരെ. സ്ഥലം എവിടെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഞാനിപ്പോൾ വന്നിട്ട് പാറശാല എത്താറായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, പാറശാല എത്താറായി. പിന്നെ വന്നിട്ട് ഇപ്പം ചെറുതായിട്ട് എനിക്കൊന്ന് വിശക്കണുണ്ട്. പിന്നെ ഇനി ഏതെങ്കിലും ഒരു നല്ല ആളെങ്കിലും ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നിർത്തിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ ഇരിക്കണം. അപ്പം പിന്നെ ഈ ഞാൻ ഇപ്പം പോകുന്ന ട്രിപ്പിൻ്റെ എനിക്ക് എത്ര രൂപയായോ അത് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ഞാൻ പറഞ്ഞു പോകുന്നതാണ്. ഇപ്പം എനിക്ക് വന്നിട്ട് 189 രൂപ ബിരിയാണിക്കായി. പിന്നെ ഞാൻ വന്നിട്ട് കുടിക്കാൻ ഒരു മിരിണ്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിന് വന്നിട്ട് 40 രൂപയായി. അങ്ങനെ ടോട്ടല് 200, 220, 230 രൂപ. 229, 230 രൂപയായി. ഇനിയിപ്പം ഒന്ന് പെട്രോൾ അടിക്കണം. അത് ഞാൻ വിചാരിച്ച് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്, അതായത് ഒന്ന് കുറേ ദൂരം കൂടെ പോയിട്ട് അടിക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ ഇരിക്കണം. ഒരു 500 രൂപയ്ക്ക് പെട്രോളും കൂടെ അടിക്കണം. പോയിട്ട് തിരിച്ച് വരാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. 500 രൂപയ്ക്ക് കൂടെ എന്തായാലും അടിക്കണം. അങ്ങനെ പോകുന്ന വഴിക്ക് എനിക്ക് എത്ര രൂപ ആവുന്നു അതും കൂടെ ഞാൻ പറയാമെന്ന് വിചാരിച്ച്. പിന്നെ ATM കയറണം ഒന്ന്. ചിലപ്പോൾ ഇനി അങ്ങോട്ട് പോയിട്ട് ഫോൺ ഓഫാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടും ചിലപ്പോൾ ഇനിയിപ്പോൾ റേഞ്ച് ഇല്ലെങ്കിലോ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ ചില കടയിലൊന്നും ഗൂഗിൾ പേ കാണത്തും ഇല്ലായിരിക്കും. അപ്പോൾ ATM ഇറങ്ങിയിട്ട് ഒരു 500 രൂപ കയ്യിലും കൂടെ എടുത്ത് വെച്ചിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെയൊക്കെ സാധാരണ തിരക്ക് കാണേണ്ടതാണ്. ഞാൻ ചില സമയത്തൊക്കെ അനിയത്തിയുടെ വീട്ടിൽ പോകാൻ വേണ്ടി ഇതുവരേക്കാണ് വരുന്നത്. അപ്പോൾ ആ ടൈമിലൊക്കെ തിരക്കായിരിക്കും. ഇന്ന് വന്നിട്ട് തിരക്ക് കുറവാണ്. ഇപ്പോൾ സ്കൂള് വിടുന്ന ടൈം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാണ്. പക്ഷേ സൈഡിലൊക്കെ ഇഷ്ടംപോലെ വണ്ടികൾ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ 5 മണി ടൈമിലൊക്കെ ആയിരിക്കും തിരക്ക്. കൊണ്ടിട്ടൊക്കെ എല്ലാവരും കയറി ഇങ്ങനെ ടൈമായിട്ടായിരിക്കും തിരക്കുള്ളൂ. എന്തായാലും ആളൊഴിഞ്ഞ സ്ഥലമൊന്ന് കാണണമെങ്കിൽ എനിക്കൊന്ന് ഇറങ്ങി കഴിക്കണം. ചെറുതായിട്ട് വിശക്കണുണ്ട്. ഇനിയിപ്പോൾ വാങ്ങിച്ചത് ഇനിയിപ്പം ഇരുന്നിരുന്ന് ഇല്ലാണ്ടായി പോകണമെങ്കിലോ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇനിയിപ്പോൾ കഴിക്കാൻ പറ്റാണ്ടായി പോയാലോ. അതുകൊണ്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. ചെറിയ വിശപ്പുണ്ട്. പിന്നെന്താണ് നമുക്കൊരു പാട്ട് പാടിയാലോ? ഇവിടെ തിരക്കാണോ? ബ്ലോക്കാണോ? എന്താണ് ചെറിയ ബ്ലോക്കല്ലേ? ബസ്സിനെന്ത് പറ്റി? ബസ് ഒതുക്കിയിട്ടെങ്കിലും എന്തെങ്കിലും പറ്റിയോ? എന്തോ ആണ് വണ്ടി ഒതുക്കിയിട്ടേക്കുന്നു. ഓക്കെ, അപ്പം നമുക്കൊരു പാട്ട് പാടാം അല്ലേ? ഉച്ച സമയത്ത് ഈ ഓയിലിൻ്റെ ബത്തറടിച്ചടിച്ചടിച്ചടിച്ചിരിക്കും. ദൈവമേ,
എത്തിച്ചാൽ മതിയായിരുന്നു തിരിച്ച്. എടാ കുട്ടാ, വഴിയൊന്നും ആക്കലടാ, വേറെ പൈസ ഒന്നും എൻ്റെ ഇല്ല. പാട്ട് പാടാല്ലേ നമുക്ക് പേടി? ഏത് പാട്ട് പാടാം? ഏത് പാട്ട് പാടാം? ചാക്ക ഉച്ചൻ്റെ ഒരു പാട്ട് പാടാം. ഒരു നൊസ്റ്റാൾജിയ പിടിച്ചാലോ? ഉച്ചയല്ലേ? എനിക്ക് ലിറിക്സ് ഒന്നും അറിഞ്ഞൂടാ കേട്ടോ. നിങ്ങൾ ഈ കേൾക്കണവരൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കളിയാക്കണ്ട്, ട്രൈ ചെയ്യാണ്. രണ്ടുപേരേക്ക് എനിക്ക് അറിയാത്തുള്ളൂ, പക്ഷെ അറിയത്തുള്ളൂ. ബാക്കിയൊക്കെ ഫുള്ള് മൂളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം നിങ്ങൾ. ഇപ്പം കളിക്കുകളെത്തി. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 5 മണിക്കകത്ത് എത്തുമെന്ന് തോന്നുന്നു കേട്ടോ. കളിക്കുകളെത്തി. ഈ ബേബി സ്റ്റോറിൽ നിന്ന് ഇവിടെ കളിക്കുള്ള ബേബി സ്റ്റോറിൽ നിന്ന് ഞാൻ ഒരു പ്രാവശ്യം അനിയത്തിയുടെ കൊച്ചിന് ഡ്രസ്സ് മേടിക്കാൻ കേട്ടിട്ടുണ്ട് ഇവിടെ. പറഞ്ഞതിൻ്റെ ഫുഡ് എനിക്കൊരു തലയണ വാങ്ങിക്കണം എന്നുണ്ട്. വണ്ടിയിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടി ഒരു തലയണ വാങ്ങിക്കണമെന്ന്. അങ്ങോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും കാണണമെങ്കിൽ ഇനി ഒരെണ്ണം വാങ്ങിക്കാം. അത് ഇനി അവിടെ ചെന്നിട്ട് വരും. അവിടെ ചെന്നാൽ റേറ്റ് കുറവായിരിക്കുമോ കൂടുതലായിരിക്കുമോ? കൂടുതലാവാനായിരിക്കും സാധ്യത അല്ലേ? നോക്കാം. എന്നാമേ ഞാൻ ഗ്ലാസ് തുറന്നിട്ട് ഭയങ്കര ചൂട്, തൊലിക്കുന്നില്ല. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ തലങ്ങണി വാങ്ങിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തലയണ ഒരെണ്ണം വാങ്ങിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ വഴിക്ക് കഴിക്കാൻ ഒരു പ്ലേറ്റ് കൂടെ വാങ്ങിക്കാമെന്ന് കരുതി ഞാൻ ഇവിടെ ഒരു കടയിൽ ഇറങ്ങി. അങ്ങനെ ഒരു പ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. ഇതിന് വന്നിട്ട് അയാൾ 65 രൂപ, ഫൈബറിൻ്റെയാണ് 65 രൂപയെന്നും പറഞ്ഞ് അങ്ങനെ 65 രൂപ എടുത്തൊരു പ്ലേറ്റ് വാങ്ങിച്ച് അതിൻ്റെ കൂടെ തന്നെ ഒരു തലയണയും കൂടെ വാങ്ങിച്ച്. ഇതിന് വന്നിട്ട് 110 രൂപ. കൊള്ളാൻ തോന്നുന്നു. പഞ്ഞിയല്ല, മൊത്തം പഞ്ഞിയല്ല, എന്നാലും കൊള്ളാം, ഇത്തിരി ക്വാളിറ്റി ഉണ്ട്. അത് കണ്ടപ്പോൾ ഞാൻ അതും വീട് വാങ്ങിച്ച്. ഇന്നെന്തായാലും വണ്ടിയിലാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരെണ്ണം തലങ്ങണി വേണം. തലങ്ങണി ഇല്ലാണ്ട് എനിക്ക് ഉറങ്ങാൻ ഭയങ്കര പാടാണ്, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു. അങ്ങനെ രണ്ടും കൂടെ 175 രൂപയായി. ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് നല്ല സ്ഥലം എവിടെയെങ്കിലും കാണണമെങ്കിൽ ഒന്ന് നിർത്തിയിട്ട് കഴിക്കണം, അതാണ് പരിപാടി. ഇവിടെയെങ്കിലും നല്ല ഒന്നും കണ്ടില്ലേ, പോണ വഴിക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിർത്തിയിട്ട് കഴിക്കണം. എന്ത് ഭംഗിയാന്ന് നോക്കിയാണ് ഈ ഓവർ ബ്രിഡ്ജിൻ്റെ മണ്ടക്കൂടെ ഇങ്ങനെ പോകുമ്പോൾ അങ്ങോട്ട് കാണാൻ. ദൂരെ ഒരു മല പോലെ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് കാണുന്നുണ്ടോ വീഡിയോയിൽ? ജോസ് ആലിക്കാസിൻ്റെ ബോർഡിൻ്റെ ബേക്കിലോട്ട് നോക്കി ഒരു മല, അവിടെ മേഘം ഇങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ട്. ഒരു മഴ പെയ്യുന്ന ഒരു ഫീലുണ്ട്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഒരു എഫക്റ്റിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. മല കാണാൻ പറ്റുന്നുണ്ടോ എന്നും അറിയാൻ പറ്റില്ല വീഡിയോയിൽ. എനിക്ക് നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. അത് കണ്ടപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ വീഡിയോ ഓണാക്കിയത്. ഇതിൻ്റെ മണ്ട ഫുള്ള് കട്ടറാണല്ലോ. ഇപ്പോഴെന്തോ മെയിൻറ്റെയിൻ ചെയ്തിങ്ങനെ റോഡ്, എന്നിട്ട് വീണ്ടും കട്ടറായി. ഞാൻ അന്ന് അനിയത്തൊരു വീട്ടിൽ പോകാൻ വേണ്ടി ഇത് വന്നപ്പോൾ ഫുള്ള് കട്ടറാണ്. അപ്പോൾ അതിനുശേഷം വന്നപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കായിരുന്നു. ഇപ്പം വീണ്ടും അതേപോലെ തന്നെ കട്ടർ. ഇതൊരു കറക്റ്റ് എപ്പോഴും നിലനിൽക്കാൻ വേണ്ടിയുള്ള രീതിയിലല്ലെന്ന് തോന്നുന്നു റോഡുകൾ പണി ചെയ്യണത്. പക്ഷെ നമ്മളവിടെയൊക്കെ ഇപ്പം ഏകദേശം നല്ല വൃത്തിക്കും നീറ്റായിട്ടും തന്നെയാണ് റോഡുകൾ പണി ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലയിടത്ത് മാത്രം കട്ടർ കുഴികൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഏകദേശം അവർ പണിയൊക്കെ റെഡിയാക്കി തന്നെയാണ് വരുന്നത്. ഇതന്നെ ഇവിടെ 2 റോഡ് കിടക്കണം, എങ്ങോട്ടാണെന്ന് അറിയാൻ
പാലത്തോട്ട് ഇങ്ങനെ കയറിപ്പോയ അനിയത്തിയുടെ വീട്ടിൽ പോകും, അതെനിക്കറിയാം. നേരെ പോയി നോക്കാമല്ലേ, എല്ലാവരും നേരെ പോകും. അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കണം. ഇവിടെ എന്തോ പരിപാടി നടക്കുക. ഞാൻ ഇങ്ങോട്ടൊന്നും കണ്ടാണ്, പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷെ കുറച്ച് അപ്പുറത്ത് ദൂരമായിട്ട് മറ്റേ പിള്ളേർക്ക് കളിക്കാനുള്ള മറ്റേ കറക്ക്, മറ്റേ അല്ലലൂഞ്ഞാല്, അങ്ങനത്തെ പരിപാടികളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്ത് പരിപാടിയാണെന്ന് അറിയാം.